പ്രായത്തിൽ അച്ഛനും അമ്മയും ഈ മക്കളും തമ്മിലുള്ള വ്യത്യാസം 50 വയസ്സിലധികമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംശയമായി. അത് തിരുത്താൻ വരണം. അതുപോലെ തന്നെ പേരിൽ ചില വ്യത്യാസങ്ങൾ കാണുന്നു. അതിൽ തിരുത്തൽ വരുത്താൻ ഇവർ ഹാജരാവണം. അപ്പോൾ പ്രായം, അതുപോലെ തന്നെ പേര്, വിലാസം, മക്കളും അച്ഛനമ്മമാരും തമ്മിലുള്ള പ്രായത്തിൽ ഒരു 50 വയസ്സ് വരെയുള്ള വ്യത്യാസം കാണുമ്പോൾ സംശയം. മുത്തച്ഛനും മുത്തശ്ശിമാരും പേരക്കുട്ടികളും തമ്മിലുള്ള, അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ പ്രായത്തിൽ 40 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ സംശയം. ഇതൊക്കെ ഈ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയ പട്ടികയിൽ സംഭവിക്കുന്നതാണ് എന്നുള്ളത് തിരിച്ചറിയാതെ ഇതിൻ്റെ പഴി മുഴുവൻ വോട്ടർമാരായ ആളുകളുടെ മേൽ ചാർത്തിക്കൊണ്ട് അവർ ഹിയറിങ്ങിന് ഹാജരാവണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ജില്ലകളിലെ യോഗങ്ങളിലെ ഒബ്സർവർമാർ പറഞ്ഞു, അത് BLOമാരോട് തിരുത്തി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ BLOമാർ എന്താ ചെയ്യുന്നത്? അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങളാണ് താഴോട്ട് കൊടുക്കുന്നത്. ആ നിർദ്ദേശങ്ങളാണ് സംശയാസ്പദമായിട്ടുള്ളത്. അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള മെസ്സേജിലൂടെയാണ് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയുള്ള നോട്ടീസ് ലഭിക്കുന്നവരുടെ എണ്ണമാവട്ടെ ഓരോ ജില്ലയിലും 1 ലക്ഷം 1.5 ലക്ഷം വരുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഈ 3 വിഭാഗങ്ങളിലായി ഏതാണ്ട് 65 ലക്ഷത്തോളം വോട്ടർമാരുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുമോ എന്ന ശങ്കയിലാണ് കേരളമുള്ളത്. ഇത് സംബന്ധിച്ച് ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അടിയന്തരമായും വോട്ടർമാരെ വോട്ടർ പട്ടികയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഹാജരാവണം എന്ന് പറയാതെ BLOമാരെ ചുമതലപ്പെടുത്തി ആ തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടത്. വോട്ടർ പട്ടിക വോട്ടർ തയ്യാറാക്കിയതല്ല. വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ വേണ്ടി വോട്ടർ കൊടുക്കുന്ന അപേക്ഷയിൽ ഒരിക്കലും അവർക്ക് തെറ്റില്ല. കാരണം അത് പരിശോധിച്ചുകൊണ്ടാണ് ഇവർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ 2002 ശേഷം 5 ലോകസഭാ തെരഞ്ഞെടുപ്പിലും 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത വോട്ടർമാർക്ക് വോട്ടർ പട്ടിക പുതുക്കുന്ന ഈ കാലത്ത് വീണ്ടും ഹിയറിങ്ങിൽ പങ്കെടുക്കണമെന്ന് പറയുന്നതും അക്ഷരത്തെറ്റിൻ്റെ, അച്ചടിത്തെറ്റിൻ്റെ, പിന്നെ യുക്തിസഹമായ രീതിയിലുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അത് വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള നീക്കം ഇലക്ഷൻ കമ്മീഷൻ വോട്ടർമാരുടെ മേൽ ശിക്ഷ വിധിക്കും പോലെ ആകാൻ പാടില്ല. അത് അവരുടെ ജോലിയാണ്. അവർക്ക് വോട്ടവകാശം നിഷേധിക്കാൻ പറ്റൂല. അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടണം. അവർ സമർപ്പിച്ച ഒരു രേഖയിലും ഈ പറഞ്ഞ തെറ്റുകളില്ല. ഇപ്പൊ നിങ്ങൾ തയ്യാറാക്കുന്ന പട്ടികയിൽ ഇപ്പോൾ 24 ലക്ഷം ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് പ്രസിദ്ധീകരിച്ച നിങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്, ഇലക്ഷൻ കമ്മീഷനാണ് പ്രസിദ്ധീകരിച്ചത്. അതിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾക്ക് ഉത്തരവാദികൾ വോട്ടർമാരല്ല എന്ന് കണ്ടുകൊണ്ട് ആ തെറ്റുകൾ തിരുത്താനുള്ള ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായുള്ള സംവിധാനമാണ് ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് BLOമാർ
അവർക്കാണ് ഇത് അതത് പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലുള്ള പട്ടികയിലെ തെറ്റുകൾ കണ്ടെത്തി പ്രായത്തിലെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ കഴിയുക. BLOമാരെ ഏൽപ്പിക്കുക. ഇതിൽ ഒരു ഉത്തരവാദിത്തം EROമാർക്ക് കൊടുത്തിട്ടുണ്ട്, ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക്. അതിൽ പറയുന്നത് എന്താ? EROമാർ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്തൂ എന്നാണ്. ആ നിർദ്ദേശം ഒഴിവാക്കണം. അത് ആയിരക്കണക്കിന് വോട്ടർമാർ ഓരോരുത്തരും EROമാരുടെ അടുത്ത് പോകണമെന്ന് പറയും പോലെയാണ്. അതുകൊണ്ട് BLOമാർ എന്ന് പറയുന്നത് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പോളിംഗ് സ്റ്റേഷനിലെ ഉത്തരവാദപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ചുമതലപ്പെടുത്തിയ ഓഫീസറാണ് എന്നുള്ളത് കൊണ്ട് ഈ ഉത്തരവാദിത്തം ഇനി വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ BLOമാരെ ചുമതലപ്പെടുത്തണം. ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്.